പ്രതിസന്ധികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത സ്വർണ്ണ താരകമേ, നിന്റെ പോരാട്ടത്തിന് മുന്നിൽ തകർന്നു വീണത് ഒരാളും ചോദ്യം ചെയ്യില്ലെന്ന് കരുതിയ കുറേയധികം മാന്യന്മാരുടെ മുഖംമൂടികളാണ്. അന്ന് നീ തോൽവിയിൽ തലകുനിച്ചു തോറ്റോടിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ മാന്യന്മാരുടെ തലകൾ ഉരുളുമായിരുന്നില്ല. കൂടെ നിന്നവരെക്കാളേറെ കുതികാൽ വെട്ടിയവരാണ് നിന്റെ ചുറ്റിലുമുണ്ടായിരുന്നത്. എന്നിരിക്കലും കരുത്തായി കൂടെ നിന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നു. അവരെയും ഓർക്കാതെ ഈ ദിവസങ്ങൾ എങ്ങനെ കടന്നുപോകും? എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും എത്തുമെന്നുറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞു നിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. നിന്റെ ആത്മവിശ്വാസം, നിന്റെ ദൃഢനിശ്ചയം മറ്റുള്ളവർക്ക് നൽകിയ പ്രചോദനം ചെറുതല്ല. പേട്ടന്മാരും ഇക്കമാരുമൊക്കെ ഇപ്പോഴും ഉറക്കത്തിലാണ്. പ്രമുഖരിൽ ആകെ പ്രതീക്ഷയുള്ള പ്രതികരണമുണ്ടായത് പൃഥ്വിരാജിൽ നിന്ന് മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ഒരാഴ്ചയാവുന്നു. തലകൾ പലതും ഉരുണ്ടു തുടങ്ങി. നടന്മാരായ സിദ്ദിഖും ജയസൂര്യയും മുകേഷും പോയിന്റ് പട്ടികയിൽ മുന്നിലാണ്. സംവിധായകൻ രഞ്ജിത്ത് പ്രകടനത്തിൻ്റെ മികവിൽ മുന്നേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. നടന്മാരായ ബാബുരാജ്, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു തുടങ്ങിയവർ ഒട്ടും മോശമാക്കാൻ സാധ്യതയില്ല. സംവിധായകൻ VK പ്രകാശ് നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇതിനും പുറമെ സിനിമയായി ബന്ധപ്പെട്ട മറ്റു ചിലരും ഈ പോയിന്റ് പട്ടികയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സിനിമാക്കാരുടെ സംഘടന നടത്തുന്ന ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയെക്കുറിച്ച് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അവസരങ്ങൾക്കും അന്നന്നത്തെ അന്നത്തിനായും വന്ന ഈ സ്ത്രീജനങ്ങളോട് വളരെ സ്നേഹത്തോടെ മോശമായി പെരുമാറിയ ആളുകളുടെ ലിസ്റ്റാണിത്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. അക്ഷരങ്ങൾ അച്ചടിച്ചൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവാത്തതാണ് പ്രശ്നം. പൈസ കിട്ടിയില്ലെങ്കിലും പണി വാങ്ങണ്ടല്ലോ എന്ന് ആലോചിച്ചായിരിക്കണം ഇക്കാക്കും ഏട്ടനും പുതിയ സ്റ്റൈലിലുള്ള ഫോട്ടോകളൊന്നും തന്നെ ഇടാൻ സമയം കിട്ടിയിട്ടില്ല. കേന്ദ്രമന്ത്രിയും ആക്ഷൻ സ്റ്റാറുമായ ഗോപിച്ചേട്ടനോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ പഴംപൊരിയെക്കുറിച്ചും സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ സിനിമയെക്കുറിച്ചും ചോദിക്കണം എന്നാണത്രേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സിനിമയിൽ മണ്ടൻ വേഷങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും ജീവിതത്തിൽ മണ്ടനാവാൻ അപ്പുക്കുട്ടൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങേർക്കിക്കട്ടെ ഒരു സല്യൂട്ട്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരുടെ പോരാട്ടങ്ങൾ തന്നെയാണ് ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിന് വളമിട്ടു തുടങ്ങിയത് WCC എന്ന കുറച്ച് നടിമാരുടെ സംഘടനയാണ്. അവരുടെ പ്രയത്നവും നിലപാടും ഈ പ്രശ്നങ്ങളൊക്കെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന് അവർ കൊടുക്കേണ്ടി വന്ന വില ഒട്ടും ചെറുതല്ല. പലരുടെയും അവസരങ്ങൾ നഷ്ടമായി. അവരിൽ പലരെയും സിനിമയിൽ കണ്ട കാലം മറന്നു. ശരിക്കു വേണ്ടി, സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ അവർക്ക് സാധിച്ചു എന്നത് ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിൻ്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും. ഉപ്പ് തിന്ന എല്ലാവരും വെള്ളം കുടിക്കേണ്ടി വരും. തലകൾ ഇനിയും ഉരുളും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയാൽ അംഗങ്ങളിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് വിളി കേൾക്കേണ്ടി വരും എന്നുറപ്പായതോടെ പേട്ടൻ രാജിവെച്ച് തടിയൂരി. ഇക്കാന്റെ പിന്തുണയോടെയാണെന്നാണ് കരക്കമ്പി. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നതിലും നല്ലത് ആരും കാണാതെ വീട്ടിൽ പോയിരുന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിക്കാണണം. ഇനിയിപ്പോൾ പുതിയൊരു ഭാരവാഹിയെ കണ്ടെത്താമെന്ന് വെച്ചാൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കള്ളനാരെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന അവസ്ഥയിലെത്തി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഏതോ ട്രോളിൽ കണ്ട പോലെ സിനിമ തുടങ്ങുമ്പോൾ നോ ആനിമൽ വേർ ഹാംഡ് എന്ന് എഴുതി കാണിക്കുന്ന പോലെ നോ ആക്ട്രസ് വേർ ഹാംഡ് എന്ന് എഴുതി കാണിക്കേണ്ട അവസ്ഥയായി. അപ്പുക്കുട്ടൻ ഹീറോയായി, തോമസ് കുട്ടി സീറോ ആയി. പോയിന്റ് പട്ടികയുടെ നീളം ഇനിയും കൂടാനാണ് സാധ്യത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.